മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമന വിവാദത്തിന് പിന്നാലെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷം. അപ്ഗ്രഡേഷന്റെ ഭാഗമായാണ് സൈറ്റ് ലഭ്യമല്ലാത്തതെന്ന് പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. അതേസമയം ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് മന്ത്രി കെ മുരളീധരൻ രംഗത്ത് വന്നു. സർക്കാർ ഉത്തരവുകൾ ലഭ്യമാകുന്ന വെബ്സൈറ്റുകളാണ് അപ്രത്യക്ഷമായത്. ഓഫീസ് കേരള വെബ്സൈറ്റും ഡോക്യുമെന്റ്സ് കേരള വെബ്സൈറ്റും ഇപ്പോൾ ലഭ്യമല്ല. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായത്. മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഉത്തരവുകൾ ലഭ്യമാകുന്ന സൈറ്റുകൾ കിട്ടാതായതെന്നാണ് ശ്രദ്ധേയം. സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പൻ്റെ ക്യാബിനറ്റിലെ മരുമാനം മന്ത്രിയാക്കിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ. സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.